7 ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രാഫിക് ഡിസൈനിലെ 4ാമത്തെ ചാപ്റ്റർ കൺസിസ്റ്റൻസി ഓർ റിപ്പീറ്റേഷൻ. നമ്മളുടെ ഡിസൈനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ് കൺസിസ്റ്റൻസി. നമ്മളുടെ ഡിസൈന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഒരു ബെറ്റർ ഡിസൈനായിട്ട് മാറും. കൺസിസ്റ്റൻസി നമ്മൾ അച്ചീവ് ചെയ്യുന്നത് നമ്മുടെ ഡിസൈനിൽ യൂസ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഡിസൈനിൽ 2 ഫോണ്ടും 2 കളറും മാത്രമേ ഉള്ളൂ എന്ന് വയ്ക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കിത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതൊരിക്കലും ഒരു തെറ്റല്ല, അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ളൊരു കാര്യമല്ല. ഒരു 5-8 കളറും 4-5 ഫോണ്ടും ഉപയോഗിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്ന 2 കളറും 2 ഫോണ്ടും. ഒരു സിംഗിൾ ഡിസൈൻ വർക്കിൻ്റെ പുറത്തേക്ക് കൂടി എക്സിസ്റ്റൻസ് ഉള്ള ഒരു പ്രിൻസിപ്പിളാണ് കൺസിസ്റ്റൻസി. പലപ്പോഴും ഒരു ബ്രാൻഡിൻ്റെ ഡിഫറെൻറ്റ് വർക്കിലേക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിസൈനിലേക്ക് കൺസിസ്റ്റൻസി നീളുന്നു. നമ്മുടെ ബ്രാൻഡിന് ഒരു ഐഡൻറ്റിറ്റി കൊണ്ടുവരാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. യൂസറിന് നമ്മളുടെ ഡിസൈൻ ഫെമിലിയർ ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം. ഫെമിലിയർ ആയിട്ടുള്ള സാധനങ്ങൾ കാണുമ്പോൾ നമ്മളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അവിടെ കംഫർട്ടബിൾ ആകും, അല്ലെങ്കിൽ ഒരു കംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യും. ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള തത്വം. ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ട് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് പരിചയമുള്ള ഡിസൈൻ മാറുമ്പോൾ നമുക്ക് അവിടെ ഒരു വിഷമം ഫീൽ ചെയ്യുന്നത്. അതിപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിസൈൻ ആണെങ്കിലും ഈ ഒരു ഫാക്ടർ അവിടെ ഉണ്ടാകും. നമ്മൾ അതിനോട് യൂസ്ഡ് ആവാനായിട്ട് കുറച്ച് ടൈം പിടിക്കും. ഇതാണ് കൺസിസ്റ്റൻസിയുടെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ ബ്രാൻഡിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ് കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്ക് നമ്മുടെ സാമ്പിൾ ഡിസൈനിലേക്ക് എങ്ങനെ കൺസിസ്റ്റൻസി ആഡ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ലാസ്റ്റ് കവർ ചെയ്ത ടോപ്പിക് കളർ ആൻഡ് കോൺട്രാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കളറിൻ്റെ കാര്യത്തിൽ ഓൾറെഡി ഒരു കൺസിസ്റ്റൻസി നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോഗോയിലുള്ള ആ ഓറഞ്ചിഷ് ബ്രൗണും അല്ലെങ്കിൽ ബ്ലാക്കുമാണ് നമ്മൾ കളർ കൂടുതലായിട്ട് ടെക്സ്റ്റിന് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അതുകൂടാതെ ദിവാലി ധമാക്ക സെയിൽസ് എന്നുള്ളത് എടുത്തു നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റെഡിൻ്റെ വേരിയേഷനും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ 2 ട്രയാങ്കിൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്, രണ്ടും യെല്ലോ ആണ്. അതും ഒരു ഓറഞ്ചിൽ നിന്ന് യെല്ലോയിലേക്ക് വരുന്ന ഗ്രേഡിയൻറ്റും ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ കളറിൻ്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് ഒരു കൺസിസ്റ്റൻസി ഇവിടെ വന്നിട്ടുണ്ട്. അതിനു മുന്നേ പലതും പല കളറായിരുന്നപ്പോൾ, അതായത് നീലയും ചുമപ്പയും എല്ലാം കൂടി കിടന്നിരുന്നപ്പോൾ ഇതെന്ത് വൃത്തികേടായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതൊക്കെ മാറി സിമിലർ ആയിട്ടുള്ളൊരു കളർ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വൃത്തി അതിന് വന്നു. അപ്പോൾ ഇനി ഇതിൽ ബാക്കിയുള്ളതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിലുള്ള കൺസിസ്റ്റൻസിയാണ്, അല്ലെങ്കിൽ ഫോണ്ടിലുള്ള കൺസിസ്റ്റൻസിയാണ്. നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം പലതും പലതരം ഫോണ്ടുകളാണ് യൂസ് ചെയ്തേക്കുന്നത്. ആ ദിവാലി ധമാക്ക സെയിൽസ് എന്നുള്ളത് ടൈംസ് ന്യൂ റോമൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കിടക്കുന്ന ഡേറ്റ് വേറെ ഒരു ഫോണ്ടാണ്. 80% ഓഫ് ഓൺ ഓൾ പ്രൊഡക്ട്സ് വേറെ ഒരു ഫോണ്ടാണ്. മെസ്സേജ് രണ്ടും കിടക്കുന്നത് സിമിലർ ആയിട്ടുള്ള ഫോണ്ടാണെന്നുണ്ടെങ്കിലും രണ്ടും ഡിഫറൻ്റ് ആണ്. അതേപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്ലൈ എന്ന് എഴുതിയേക്കുന്നത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഫോണ്ടാണ്. സോ ഈ ഫോൺ ഫാമിലിയൊക്കെ നമ്മൾ മാറ്റിയിട്ട് ചറപറാന്ന് ഫോൺ ഫാമിലി യൂസ് ചെയ്യാതെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഫോണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. സോ ഇതിൽ ഞാൻ ഫോണ്ടിനും ചേഞ്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇതിൽ ദിവാലി ധമാക്ക സെയിൽസ് എന്നുള്ളതിലെ ദിവാലിയും സെയിൽസും ഞാൻ സെയിം ഫോണ്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു കാലിഗ്രഫി ടൈപ്പ് എടുത്തു നിൽക്കുന്ന ഒരു ഫോണ്ട്. സെലിബ്രേഷനൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഫൺ ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ടേക്കുന്നത്. അതേപോലെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് ധമാക്ക എന്നുള്ളത് എടുത്തു നിൽക്കാൻ വേണ്ടിയിട്ട് അത് വളരെ തിക്കായിട്ടുള്ള ഒരു ബോൾഡ് ഫോണ്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ബേബാസ് നിയോ എന്ന് പറയുന്ന ഫോണ്ട്. ബേബാസ് നിയോ എന്ന് പറയുന്ന ഈ ഒരു സെയിം ഫോണ്ടാണ് ഞാൻ അതിൻ്റെ താഴെ അപ് ടു 80% ഓഫിലെ 80% ഓഫിനും ഇട്ടേക്കുന്നത്. കാരണം അതും പെട്ടെന്ന് കാണേണ്ട അല്ലെങ്കിൽ എടുത്തു നിൽക്കേണ്ട ഒരു ഫാക്ടറാണ്. അതേപോലെ ഡേറ്റിനും ബാക്കി മെസ്സേജസിനും കാര്യങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്തേക്കുന്ന ഫോണ്ട് ഞാൻ ചേഞ്ച് ചെയ്ത് സെഞ്ച്വറി ഗോത്തിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണ്ട് ആക്കിയിട്ടുണ്ട്. അതേപോലെ ടേംസ് ആൻഡ് കണ്ടീഷനും ഈ സെയിം ഫോണ്ടാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. സോ നമ്മുടെ ഒറിജിനൽ ഡിസൈനിൽ നിന്ന് 5 ഫോണ്ട് ഉണ്ടായിരുന്നത് നമ്മൾ കുറച്ച് 3 ഫോണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ഡിസൈൻ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്താണ് കൺസിസ്റ്റൻസി എന്നും എങ്ങനെയാണ് കൺസിസ്റ്റൻസി ഒരു ഡിസൈനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാമെന്നും നമ്മൾ നോക്കി. നമ്മുടെ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വൈറ്റ് സ്പേസ് ആണ്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.